പ്രിയ ദൈവജനമേ, മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. സ്വന്തം നാട്ടുകാരുടെ അവിശ്വാസത്തിന് മുൻപിൽ വിസ്മയിക്കുന്ന മിശിഹായെയാണ് നാം ഇവിടെ കാണുക. ദൈവപുത്രൻ്റെ അസാധാരണമായ ജ്ഞാനവും അത്ഭുത പ്രവൃത്തികളും കണ്ടിട്ടും ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന തികച്ചും ലൗകികമായ ചിന്ത അവരെ തളച്ചിട്ടു. ദൈവത്തെ നമ്മുടെ പരിമിതമായ അറിവുകളിലും മുൻവിധികളിലും തളച്ചിടുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കൂദാശകളിലൂടെയും വചനത്തിലൂടെയും കർത്താവ് നമ്മെ തേടി വരുമ്പോൾ നമ്മുടെ ഹൃദയ കാഠിന്യം കർത്താവിൻ്റെ കൃപയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ഒരു നിമിഷം ആത്മശോധന ചെയ്യണം. വിശ്വാസമില്ലാത്ത ഇടങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പിതാവായ ദൈവത്തിന് കഴിയില്ല എന്നല്ല, മറിച്ച് നമ്മുടെ സ്വതന്ത്രമായ നമ്മുടെ ഫ്രീ വിൽ, our own decision to choose between God and Satan. നമ്മുടെ സ്വതന്ത്രമായ സമ്മതമില്ലാതെ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ല എന്നതാണ് സത്യം. ആ ഓപ്ഷൻ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ പുതിയ വാതിലുകൾ എപ്പോഴും പിതാവായ ദൈവം നമുക്ക് തുറന്നിടുന്നു. യേശുവിൻ്റെ തനിമയെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന നസ്രായർ നമുക്കൊരു മുന്നറിയിപ്പാണ്. പലപ്പോഴും സുപരിചിതമായ കാര്യങ്ങളിൽ ദൈവസാന്നിധ്യം കണ്ടെത്താൻ നാം പരാജയപ്പെടുന്നു. നമ്മുടെ അയൽക്കാരിലോ കുടുംബാംഗങ്ങളിലോ ഉള്ള ദൈവത്തിൻ്റെ ചൈതന്യത്തെ നാം അവഗണിക്കുന്നു. അവിശ്വാസം ദൈവത്തിൻ്റെ കരങ്ങളെ കെട്ടിയിടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തുറവിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ താക്കോലെന്ന് നാം തിരിച്ചറിയണം, എപ്പോഴും ഓർക്കണം. പ്രതികൂല സാഹചര്യങ്ങളിലും തള്ളിക്കളയലുകളിലും തളരാതെ തൻ്റെ ദൗത്യം തുടരുന്ന കർത്താവായ യേശു ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാതൃകയാണ് തന്നത്. എളിയ കാര്യങ്ങളിൽ ദൈവത്തെ ദർശിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സകല നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ്റെ തിരുരക്തത്താൽ നിങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.